ഹലോ, ഇന്ന് ഞങ്ങൾ രണ്ടാളും മാത്രല്ല, ഞങ്ങളുടെ കൂടെ ദേവിയും ജയശ്രീ ആന്റിയും ഉണ്ട്. അതെ, എക്കോ സഫറിൽ എപ്പോഴും നമ്മൾ ഇതുവരെ ഒരൊറ്റ ഗസ്റ്റിനെയാണ് വിളിച്ചിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾക്ക് 2 പേരാണ്. ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താ? അമ്മയും മകളും. ഓക്കെ, അപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ അവസാനം നമുക്ക് നോക്കി അറിയേണ്ട എന്താണെന്നറിയോ? അമ്മയും മോളും കൂടെ അടിച്ച് പിരിയുമോ അതോ അങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലുമോ എന്നാണ് ഞങ്ങൾ അറിയാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. കുടുംബകാലം കണ്ടൊക്കെ വന്നത് എന്നും പറയാം. കുടുംബവിളക്ക്. അതെ, കുടുംബ വിളക്ക്. ആരാണ് ഇവിടുത്തെ കുടുംബ വിളക്ക്? ആരാ? ഓഫ് കോഴ്സ് അമ്മ. ഓ, അപ്പൊ സ്നേഹത്തിലാണ്. അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. തൽക്കാലം അങ്ങനെ പോട്ടെ. അപ്പൊ ആന്റി, നമുക്ക് നേരെ ദേവീന്റെ ചെറുപ്പത്തിലെ എന്തെങ്കിലും ഒരു കാര്യം ദേവി ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഒന്നും കിട്ടില്ല. എനിക്കൊന്ന് കുറുമ്പായിരിക്കും, അത് ഇപ്പോഴും മാറിയിട്ടേ ഇല്ല. ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത പറച്ചിലാ പറയും. അതാവും വേണമെന്നുണ്ടെങ്കിൽ. അമ്മേനെ ചീത്ത പറയാൻ എനിക്കിഷ്ടം. അമ്മേനെ ചീത്ത പറയാ. ഇത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണോ ആന്റി? അതൊക്കെ ഉണ്ട്. ഇതാണ് ഒരു 2 ജനറേഷന് നമ്മൾ എടുക്കുമ്പം ഏറ്റവും രസമുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ഒരാളുടെ വ്യൂന്ന് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വ്യൂ ആയിരിക്കും മകൾക്ക് ഉണ്ടാവും അമ്മയിൽ നിന്നും, അല്ലെങ്കിൽ രണ്ടാൾക്കും ഭയങ്കര ഒത്തൊരുമയോടുള്ള വ്യൂസ്. അതൊരിക്കലും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാനും അമ്മയും പൂരി തല്ലായിരുന്നു. പരീക്ഷന്റെ ആ ദിവസം അച്ഛൻ പോയിട്ട് സിനിമയ്ക്ക് പോകും, ശബ്ദം കേൾക്കാൻ വയ്യായിട്ട്. ഇപ്പൊ അതേ തന്നെ എന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അതായത് അങ്കിള് സിനിമയ്ക്ക് പോകും, നിങ്ങളെ വീട്ടിൽ അടി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ആന്റി എന്ന് പറഞ്ഞ ഒരു അമ്മ 1980s ദേവി നമ്മളുടെ ഒക്കെ ഒരു പ്രായത്തിലുമായി. അപ്പം ആന്റി, ഈ പാരന്റിങ്ങില് ആന്റിക്ക് ആ ഒരു ടൈമിലെ പാരന്റിങ്ങും ഇപ്പം ദേവി അമ്മയായിട്ടുള്ള ഒരു ടൈമിലെ പാരന്റിങ്ങും തമ്മിൽ എന്തെങ്കിലും ചിലതൊക്കെ കാണുമ്പോ ഓ ഞങ്ങളുടെ സമയത്തെ പാരന്റിങ് തന്നെ ആയിരുന്നു നല്ലത്? അതേപോലെ തന്നെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ വിചാരിക്കും, ഓ എന്റെ മകളോ മകനോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ല, ഇങ്ങനെ ഒരു അമ്മയാവില്ല വിചാരിക്കും. എങ്ങനെ ഒരു അമ്മ? ഞാൻ എൻ്റെ അമ്മേനെ കാണുമ്പോ അതന്നെ ഇപ്പൊ ഞാൻ ആയും കൊണ്ട് വരും. ഞാൻ ചിലപ്പോ വിചാരിക്കാറുണ്ട്, ഞാൻ എൻ്റെ മോളുമായിട്ട് അടി കൂടെ അല്ലെങ്കിൽ വാക്ക് തർക്കം ഉണ്ടാവുമ്പോൾ ഞാൻ വിചാരിക്കും, ഓ ഞാൻ ഇതന്നെയല്ലേ വിചാരിച്ചിരുന്നത്. സത്യമാണ്. പക്ഷെ അതിന് മാറാനും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെയായിരുന്നോ ദേവിയുടെ അടുത്ത്, ദേവി അതുപോലെ തന്നെയാണ് ദേവിയുടെ മക്കളുടെ അടുത്ത്. അത് എന്താ വെച്ചാൽ എല്ലാ അമ്മമാർക്കും ഓരോ ഏജിൽ ഓരോ ചിന്താഗതിയല്ലേ അല്ലേ, അതൊരു നാച്ചുറൽ ആണ്. കറക്റ്റ്. അത് എത്ര ജനറേഷൻ എത്ര മൊബൈല് ഇത് എന്ത് വന്നാലും ചിലപ്പോൾ നമ്മളെ മക്കൾ അവരെ മക്കളോട് വരുമ്പോൾ, ബിക്കോസ് നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മളെ മക്കളോട് പറയുക അല്ലേ. അവർക്ക് അറിയില്ലല്ലോ 10 കൊല്ലം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയാണ്, പക്ഷെ നമ്മൾ ആ വഴി കൂടെ കടന്നു വന്നതല്ലേ. അതെ, ആന്റി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ദേവിനോട് പറഞ്ഞിട്ടുണ്ടോ, നിനക്ക് ഒരു അമ്മയാകുമ്പോ ഞാൻ പറയണ മനസ്സിലാവും? എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് വേറെ രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. നോക്കട്ടെ, ഓർമ്മിക്കോ നോക്കട്ടെ. അപ്പൊ പറയുമ്പോ ആന്റിക്ക് ഓർമ്മ വരും. എന്തോ വലിയ കാര്യമായിട്ട് കുറുമ്പ് കാണിച്ചിട്ടുണ്ട്. അല്ലെ, എന്റെ മെയിൻ പ്രശ്നം ഞാൻ പഠിക്കണ്ടായിരുന്നില്ല, പഠിക്കാത്ത കുട്ടിയായിരുന്നു, ബാക്ക് ഇതായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ആന്റി, ഞാൻ ചോദിക്കട്ടെ, ഈ ടീനേജ് പ്രായത്തിലൊക്കെ ദേവി ഉറപ്പായിട്ടും നല്ല കുറുമ്പിയായിട്ടുണ്ടാവുന്ന ഇപ്പോഴത്തെ സ്വഭാവത്തിൽ നിന്നേ ഞങ്ങൾക്കറിയാം. അപ്പൊ നല്ല തല്ല് കൊടുക്കേണ്ട ഒക്കെ ആവശ്യം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ തല്ല് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എന്നെ സൈക്കിളിൽ നിന്ന് വീഴ്ത്തിടും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ആകെ ചെയ്യുന്നത് അമ്മേനെ സൈക്കിളിൽ നിന്ന് വീഴ്ത്തിടും. സൈക്കിൾ ഓടിക്കുമായിരുന്നു? അല്ല, ഞങ്ങള് ഖരഗ്പൂർ പറഞ്ഞ സ്ഥലത്തായിരുന്നു, വെസ്റ്റ് ബംഗാളില്. അപ്പോൾ അവിടെ ഫുൾ സൈക്കിളാണ്. അവിടെ ഇപ്പോഴത്തെ മാതിരിയായിരുന്നു, ലേഡീസ് അടക്കം സൈക്കിളിലായിരുന്നു. നമ്മളൊക്കെ കാറല്ലേ, അന്ന് സൈക്കിളായിരുന്നു. അപ്പോൾ ഇപ്പോൾ മക്കള് പിന്നിൽ അമ്മമാരെ ഇരുത്തും, അമ്മമാര് മക്കളെ പിന്നിലിരുത്തും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അമ്മേനെ, ഞങ്ങൾ മാർക്കറ്റിൽ പോവാ ഇങ്ങനെയാണ്. അച്ഛൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ മാർക്കറ്റ്, അത് നല്ല തണുത്ത സമയമാണ്, ഡിസംബർ സമയത്ത് പറഞ്ഞാൽ ഇവിടുത്തെ മാതിരി ചൂടല്ല. അപ്പോൾ ആ തണുപ്പത്ത് ഇങ്ങനെ നമ്മൾ സൈക്കിൾ ഓടിച്ച് പോവും. അമ്മ എന്തെങ്കിലും പിന്നിൽ ചുച്ചു പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യും. ഞാൻ ശരി, ഞാൻ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ടേന്നിടും, അമ്മ പൊട്ടേന്ന് വീഴും. ഞാൻ എന്നിട്ട് എന്താ അമ്മ എൻ്റെ സൈക്കിളിനെ വീഴ്ത്തിയതെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ ആന്റിക്ക് മനസ്സിലാവായിരുന്നു ദേവി അറിഞ്ഞുകൊണ്ട് വീഴ്ത്തിയതാന്ന്.
മനസ്സിലായിട്ടുണ്ടോ? ഇപ്പോഴാണ് ആന്റി അറിയുന്നത്. എണീറ്റ് പോണോ? ഒന്നുമില്ല, അത് തീരെ ഇങ്ങനെ അവിടെ പോവും, ഒരു സമോസ ഒരു കാലജാമും കഴിക്കും, അതോടെ തീരും. ഞങ്ങള് ഷോപ്പിംഗ് അങ്ങനെയായിരുന്നു. ആന്റി, ഈ പണ്ടേ ദേവി എപ്പോഴോ നമ്മുടെ അടുത്തില്ലേ ദേവിക്ക് ഒരു ഷോക്ക് അടിച്ചതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ദേവിയുടെ വേർഷന്റെ സ്റ്റോറിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആന്റി ഒന്ന് പറഞ്ഞുതരുമോ അത് ഒന്ന് എന്താ സംഭവിച്ചെന്ന്? സത്യം പറഞ്ഞ എന്താ എനിക്ക് തന്നെ അന്ന് അതല്ലേ ബാഡ്മിന്റൺ കോർട്ട് പോലെ അപ്പൊ ദേവി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അമ്മയ്ക്കൊന്നും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എന്നെ പറ്റിട്ട്. ഇപ്പൊ മനസ്സിലായോ? ഭാഗ്യ ആണ്ടിക്ക് ഒരു മോളേ ഉള്ളൂ കേട്ടോ ദേവി. അപ്പൊ പിന്നെ എന്നെ മറന്നിട്ടുണ്ടാവും. ഒന്നുണ്ടെങ്കിൽ ഒന്നിനെ മറന്നുണ്ടാവൂല. അപ്പൊ അവിടെ ബാഡ്മിന്റൺ കോർട്ട് ഉണ്ടായിരുന്നു. അമ്മ അച്ഛനും ഭയങ്കര പ്ലേയേഴ്സ് ആയിരുന്നു. എന്താ അറിയോ, ഞാനിങ്ങനെ വായമ്പളിച്ച് നിൽക്കരുത്, അവർ അങ്ങോട്ട് അടിക്കുക എന്നെ അടിക്കുക, ഞാൻ എൻ്റെ പണി കോർക്കെടുത്ത് കൊടുക്കുക എന്നായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ആരും കളിക്കാനില്ലല്ലോ. അപ്പോൾ കസിൻസ് വരും, മെലിയാൻ പറഞ്ഞിട്ട് കസിൻസൊക്കെ വരും. അപ്പോൾ അവർക്കതൊരു ഹോബിയായിരുന്നു. ഞങ്ങൾ കോർട്ട് ശരിക്ക് അളവൊക്കെ എടുത്തിട്ട് അച്ഛൻ വരപ്പിച്ച് ഉണ്ടാക്കിയ കോർട്ടായിരുന്നു. അവിടെ ലൈറ്റിങ് വെച്ചിരുന്നു. വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് സ്വിച്ച് ഓൺ ചെയ്യണം. പ്ലഗ് പോയിൻ്റ് പുറത്താണ്. എൻ്റെ കസിനുള്ളിലേക്ക് വന്നിട്ട് ആ പ്ലഗ് പോയിന്റ് ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരത്തി ഉള്ളിൽ നിന്ന് ഇപ്പടേന്ന് ഇട്ടു. ഞാൻ ഷോക്ക് അടിച്ച് നീല കളറായി നലറിന് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ മലബാർ ഹോസ്പിറ്റലിൽ എത്തിയതാണ് ഓർമ്മ വന്നത്. എല്ലാവരും അതിന് ശേഷം എന്നെ കളിയാക്കി. ഞങ്ങൾ ട്രാൻസ്ഫോമറും ലൈൻമാനും ആണെന്ന് പറഞ്ഞിട്ട്, കസിന് ലൈൻമാൻ, ഞാൻ ട്രാൻസ്ഫോമർ. ഡോക്ടർ പറയുകയും ചെയ്തു, ഇപ്പോഴും ഉണ്ട് കയ്യിൽ എവിടെ പാടുകൾ, അതിൻ്റെ കൈ കരിഞ്ഞു പോയ പാട്. ആന്റി ശരിക്കും ഇപ്പോഴും ഓർമ്മ വന്നിട്ടില്ല? എനിക്ക് ഓർമ്മ പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ലൈഫിൽ. ദേവി ഇത് ഏത് പ്രായത്തിലാ ഏകദേശം? 12th പറഞ്ഞാൽ 17 years. അത്യാവശ്യം വലുതായതിന്റെ ശേഷമാണ്. അതെ അതെ അതെ. പിന്നെ ഞങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ട് ആന്റി, സ്കൂട്ടർ എടുത്തിട്ട് പോകും, ചെറിയ സ്പീഡിലൊന്നും അല്ല പോകുന്നത്. അയ്യോ, എന്നെ ബാക്കിൽ എത്തിയിട്ട് എന്താ സ്പീഡ് അറിയോ, ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആന്റി, നാട്ടുകാരെങ്കിലും വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? അച്ഛനെ പറഞ്ഞിട്ട് ഞാൻ ബാക്കിലില്ല. ദേവി ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് പറയുക. അത് സ്കൂട്ടറല്ല, കാറായിരുന്നു. അച്ഛൻ മാരുതി വാനായിരുന്നു. അടിപൊളിയെന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ഫാസ്റ്റ്, ഇങ്ങനെ പേപ്പർ വെയിറ്റ് ആയിരുന്നില്ല മാരുതി വാന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊരു ഡ്രൈവർ, ഒരു വയസ്സായ ഒരു അങ്കിളെ വെച്ചിരുന്ന് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഞാനും ആ അങ്കിളും കൂടി, മാഷും കൂടി, ആ അങ്കിള് എന്നെ ധോണിയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഓടിച്ച് പുള്ളിക്കാരൻ ബ്രേക്ക് ചവിട്ടാൻ പറഞ്ഞാൽ ഓർമ്മയില്ലത് ആക്സിലേറ്റർ ചവിട്ടും. സംഭവം അതാ ഉണ്ടാവുക. അപ്പോൾ അവസാനം പുള്ളിക്കാരൻ കാലവിടെ വെച്ചിട്ട് ബ്രേക്ക് ഇങ്ങനെ ചവിട്ടാൻ നോക്കും. അങ്ങനെ പക്ഷെ ആ പുള്ളിക്കാരൻ പതുക്കെ പോണേ, വയസ്സായ ആളല്ലേ, പതുക്കെ പോണേ പറയും. ഞാൻ എൻ്റെ ക്ഷമയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഏജ് ഞാൻ ഏറ്റവും സ്ലോ. എൻ്റെ മക്കൾ പറയും, അമ്മ സൈക്കിൾ ഇതാ, അമ്മേനെ പറന്നു പോകണം. അതാണ് നമ്മൾ വലുതാവും തോറും അതിൻ്റെ ഒരു ഇത് വരികയാണ്. ചെറിയ ശ്രദ്ധിച്ചോ, ദേവി പറയുന്ന കാര്യങ്ങൾ, ഓരോ കുറുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആന്റി ചിരിച്ചുകൊണ്ടിരിക്കുക. ആന്റി ദേഷ്യപ്പെടുന്നില്ല, ദേഷ്യം ഓർമ്മയില്ല. പൊതുവെ ആന്റി ദേഷ്യപ്പെടാത്ത ടൈപ്പ് ഒരു അമ്മയാണ്. അത് അമ്മയുടെ തനിനിറം നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അച്ഛനോട് ചോദിക്കണം. അച്ഛൻ പറയും ഏറ്റവും ദേഷ്യമുള്ള ഒരാളെ ഞാൻ കണ്ടിരിക്കണം. അതെ, രണ്ടുപേരും ദേഷ്യമുള്ളവരാണ്. അതിന്റെ ഇരട്ടി ദേഷ്യം മകളും. ഇതിപ്പോ എന്നെ കണ്ടാലും ഞാനും പാവല്ലേ, പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചാ ഉണ്ടെ പുള്ളിക്കാരൻ പറയും ഞാൻ പാവാണ്, ഇവൾക്ക് ആ ഫുള്ള് ദേഷ്യം എന്ന് പറയും. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? പാവല്ലേ. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് എന്നെ ഒന്നും ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കണ്ടോ, ദേവിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല. എന്നെ ഒച്ച ഉണ്ടാക്കാത്തോളം കാലം. ഡിസ്ക്ലെയിമർ. ആന്റി, ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദേവി ഒരു വലിയ ഒരു അമ്മയായി, അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോഴും ആന്റിക്ക് ആ പഴയ പോലെ തന്നെ ദേഷ്യം വരാറുണ്ടോ? ദേഷ്യം വരാറുണ്ട് എപ്പോഴും ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ഒച്ച ഉണ്ടാക്കും. ഞാൻ ഫോൺ കട്ട് ചെയ്യും. ഇവിടെ ഇപ്പോഴും തൂത്തൂമേമേ തന്നെയാണോ? തീർച്ചയായിട്ടും. അങ്ങനെയല്ലേ വേണ്ടത്. വെറുതെ ഏത് നേരവും സീരിയസ് ആയിട്ട്
ഈശ്വരാ നാമം അമ്മേ ജപിച്ച് നിന്നാ എന്റെ ശരിയാവോ പൊന്നമ്മേ നമുക്ക്? പറഞ്ഞുണ്ടാവോ? അല്ല ഗോപു, ഞാൻ വിചാരിക്കുക അമ്മയും മോളും കൂടെ ഒരുമിച്ച് ഒന്ന് അടുക്കളയിലോട്ട് കയറി എന്തുണ്ടാവും അവിടെ? മഹാഭാരത പായസം യുദ്ധമാണോ? ഓർമ്മയുണ്ടോ? ഞാൻ പായസം ഉണ്ടാക്കി അമ്മ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോഴും അച്ഛൻ അത് ഭരിക്കണേന് മുമ്പ് വരെ അച്ഛൻ അല്ലല്ല, ആ ഉണ്ടാക്കി. സ്റ്റോറി ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. ഒരു മിനിറ്റ് അത് ആന്റി പറയുന്നു ഒന്ന് കേൾക്കട്ടെ. അത് വേറൊന്നല്ല, മിൽക്ക് മെയ്ഡ് അങ്ങനെ കൊണ്ട് ഒഴിച്ചു, കട്ടിയായി സേമിയ പായസം. അപ്പൊ ഞാൻ നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു. അതിലാണ് അച്ഛനും മകളും കൂടി എന്നെ എത്ര കൊല്ലങ്ങളോളം നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ദേവി കോളേജിൽ +2 പഠിക്കുന്ന സമയത്താ. അതെന്താ വെച്ചാൽ അച്ഛന് നല്ല കട്ടി പായസം ഇഷ്ടം. ഞാൻ അച്ഛന് ഇഷ്ടമാതിരി ഉണ്ടാക്കി അച്ഛന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അച്ഛൻ കഴിച്ചു. പിന്നെ രണ്ടാമത് കഴിക്കാൻ നോക്കിയപ്പോൾ അത് പച്ചവെള്ളമായി. ഇത് എന്റെ വീട്ടിലെ സാമ്പാർ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയാൽ നല്ല കുറുകിയിരിക്കും. രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കുമ്പോ ഒരു ഇച്ചിരിയും കൂടെ അത് നീട്ടം വരും. എന്താണെന്നറിയോ? അതിൻ്റെ അകത്തോട്ട് മമ്മി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കി ഒരു ഇച്ചിരി ഉണ്ടാവും സാമ്പാർ. അതെടുത്ത് ഫ്രിഡ്ജ് വെച്ച് മൂന്നാമത്തെ ദിവസം ഡാഡി പറയും ഇതിനകത്ത് മുങ്ങി തപ്പാലോ, എനിക്കൊന്ന് സ്വിമ്മിംഗ് പൂള് മാതിരി നോക്കൂ, നമ്മുടെ പായസക്കഥയില് ദേവി അച്ഛന് ഇഷ്ടപ്പെട്ട പോലത്തെ പായസം, അമ്മ ആന്റി പോയിട്ട് വെള്ളം ഒഴിച്ചു. ഓക്കെ, അപ്പൊ രണ്ടാളും രണ്ട് രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരേപോലെ ചിന്ത വന്ന സമയങ്ങളുണ്ടോ? ഒരേപോലെ ചിന്ത വന്ന ടൈമൊന്നുമില്ല. പക്ഷെ ഒരേ കാര്യം ഇഷ്ടമുണ്ടായിരുന്നു. അമ്മ നന്നായി വീണ വായിക്കായിരുന്നു. ആ വീണ ഇപ്പോഴും ഇവിടെ വീട്ടിലുണ്ട്. അത് അതേ മാഷ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു 6 വർഷം. അതാണ് പാട്ട്. അമ്മ കലാകാരി ആയില്ല എന്നേ ഉള്ളൂ. അമ്മക്ക് പാട്ട്, അമ്മയും അച്ഛനും ഉള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ പാട്ടുകളോട് ഇഷ്ടം. യേശുദാസ്, പാട്ട്, ബുക്സ് ഇഷ്ടംമാതിരി. അമ്മ ഏത് നേരം ബുക്സ് വായിച്ചോണ്ടായിരിക്കുക. ഫുൾ ടൈം ബുക്സ് വായന. ഇപ്പൊ കണ്ണിന് ഇത്തിരി പ്രശ്നം വന്നുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ലിറ്ററേച്ചറോട് ഇഷ്ടമുള്ള എൻ്റെ അമ്മ അച്ഛനാണ് എനിക്ക് ഇത്തിരി അത്യാവശ്യം കവിതയൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു സിമിലാരിറ്റി വലിയതുള്ളത്. ആന്റിക്ക് അറിയായിരുന്നു കുഞ്ഞിലെ ദേവി ഇങ്ങനെ കവിതകളും കഥകളും ഒക്കെ എഴുതുമായിരുന്നോ? ഏതൊരു പ്രായം തൊട്ടൊക്കെ അതെ, ഏറ്റവും അധികം എഴുതുക എപ്പോഴറിയോ? അമ്മ ചീത്ത പറയുമ്പോ കരയുമ്പോ ഞാൻ പോയിട്ട് കവിത എഴുതും. ചുമ്മാ ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ ദേവിക്ക്? അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഏറ്റവും അധികം എൻ്റെ ഇവിടുത്തെ നെയ്ബേഴ്സിനെ അറിയായിരിക്കും. ഇവിടെ എനിക്ക് ഇച്ചിരി മടിയായിരുന്നു സ്കൂളിൽ പോകാൻ. നമ്മൾ KVയിൽ പഠിക്കുമ്പോൾ അവിടെ ബസ് കുറച്ച് ആ ജംഗ്ഷനിലാണ് വരിക. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ദേവി സമയമായി എനിക്ക് പറയും. ഞാൻ ഓടി തിരിച്ചു വരും. അങ്ങനെ ബസ് പോയിട്ടുണ്ടോ? അപ്പൊ ഇവിടെ വന്ന പിന്നെ അറിയാലോ, തല മുഴുവനും പുകഞ്ഞിരിക്കോ ഇവിടെ എൻ്റെ അമ്മയ്ക്ക്. ഞാൻ കരയും. ഞാൻ ആ 4 കെട്ടിന്റെ മുമ്പിൽ ഇരുന്നിട്ടൊരു കവിത എഴുതും. അന്ന് സ്കൂളിൽ പോയില്ലേ? ഇത് ഐഡിയ ആയിരുന്നു കേട്ടോ, അല്ലാതെ ലേറ്റ് ആയതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കവിത എഴുതും. ആ വിഷമം വരെ എങ്ങനെ എൻ്റെ അമ്മ എന്നെ ചീത്ത പറയും. അമ്മ എന്തിനാ ചീത്ത പറഞ്ഞേ? വെറുതെ ബസ് പോയത് ഞാനെന്ത് തെറ്റ്? അപ്പൊ ലേറ്റായി എണീച്ചതൊരു കുറ്റമല്ലല്ലോ ആന്റി? നമുക്ക് ക്ഷീണം വന്നാൽ ലേറ്റിൽ ഉറങ്ങില്ലേ? ദേവി മക്കളുടെ അടുത്ത് എങ്ങനെയാ? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആ ഒരു സൗകര്യം എനിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടെ പോകണം. കൊണ്ടാക്കാൻ അച്ഛൻ പോയി കഴിഞ്ഞിട്ടുണ്ടാവും ബാങ്കിലേക്ക്, ആരും ഉണ്ടാക്കും. അപ്പൊ അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ അമ്മയും മാറുണ്ടോ എന്ന് വിചാരിക്കാറുണ്ട്. അല്ലല്ല, അച്ഛൻ എപ്പോഴും പറയും കൊറേ നേരം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മുണ്ടാണ്ടിരിക്കാതെ പോകണ്ട, അതിനെ പിന്നെ മനസ്സിലായിക്കോളും പറയും. പിന്നെ തെറ്റ് തിരുത്തും കവിതയോടുകൂടെ. അങ്ങനെയാണ് എഴുതാൻ തുടങ്ങിയത്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ദേവി, രഞ്ജു, നമുക്ക് ആന്റി വീണ വായിക്കും പറഞ്ഞു. വീണ ആന്റി ഇതൊരു സാധാരണമായി എല്ലാവരും വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. ആന്റിക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനില്ല? ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചായിരുന്നു കുറച്ച്. പിന്നെ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് പോയി. പിന്നെ അത് വിട്ടു. അത് കൊണ്ടുപോകണ്ടേ അങ്ങോട്ട് വീണ ഇവിടെ തന്നെയല്ലേ. പിന്നെ അത് വിട്ടുകൊണ്ട് പിന്നെ ഞാൻ ബുക്സ് അവിടെ ലൈബ്രറിയിൽ അങ്ങോട്ട് ചേർത്ത് ദേവിനെ വൈകുന്നേരമായ ദേവിനെ സ്വിമ്മിങ്ങിന് കൊണ്ടുപോകും. അതിൻ്റെ അടുത്ത് ലൈബ്രറിയാണ്. ഞാൻ അങ്ങോട്ട് പോകും, ബുക്സ് എടുക്കും. അങ്ങനെ വായിച്ചും കൊണ്ടേയിരുന്നു. പിന്നെ ഞങ്ങൾ താമസിച്ച കോളനിയിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ഭയങ്കര എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്ത ആ സമയം അതായിരുന്നു.
അപ്പൊ ഗോപു, നമുക്ക് അടുത്ത മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് ആന്റിയെ കൊണ്ടുവന്ന് വീണ വായിക്കും. അയ്യോ, ഇത്രയും വർഷമായിട്ടും നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇത് കേട്ടിട്ടില്ല. അല്ല, ഞാൻ തൊട്ടിട്ടില്ല വീണ. ഞാൻ അത്രയും നന്നായിട്ട് ഞാൻ തൊട്ടിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ വല്ല ഇത് മാർക്ക് എന്തെങ്കിലും ഉണ്ടാവണ്ടേ വായിക്കുന്നുണ്ടെങ്കിൽ? ഒന്നുമില്ല. പണ്ടത്തെ കാലങ്ങൾ മറക്കില്ലല്ലോ. അല്ല, അമ്മയ്ക്ക് വായിക്കാൻ പറ്റുമോ അറിയില്ല, പക്ഷെ ഞാൻ വായിക്കുമ്പോ അമ്മയ്ക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാം. അത് ഞാൻ വായിക്കും ഇപ്പോഴും. ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് വായിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ പിന്നെയും കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ എനിക്കറിയാം, ഇവിടെ വന്നിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ വെച്ചത്. ഇവിടുന്ന് കൊണ്ടുപോകാൻ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. പക്ഷെ ഞാൻ അമ്മയുടെ അവിടുന്ന് ആ വീണ എനിക്ക് എടുത്തിട്ട് കൊണ്ടുപോകാൻ മനസ്സ് വരാത്തതുകൊണ്ടാണ്. പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് അപ്പം അമ്മ കേൾക്കുമല്ലോ, അതിനാണ് ഞാൻ ഇവിടെ തന്നെ വെച്ചത്. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. തഞ്ചാവൂര് പോയിട്ട് വീണ മാഷ് ബാലകൃഷ്ണ പോറ്റി അവിടെ പോയി മാഷ്ക്ക് ഇത് കൊടുത്ത് ട്രെയിനിൽ പോയി വാങ്ങി കൊണ്ടുവന്ന് അങ്ങനെ വാങ്ങിയത്. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് ദേവിയെ കൊണ്ട് അടുത്ത മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് വായിപ്പിച്ചിരിക്കണം. അത് ഉറപ്പ് മേടിക്കും. ദേവി വായിച്ചു തരില്ലേ ഞങ്ങക്ക്? ആന്റി, ദേവിയെ സ്വിമ്മിംഗ് ക്ലാസ്സിന് വിട്ടിട്ട് ആന്റി ലൈബ്രറിയിൽ പോയി വായിക്കും എന്ന് പറഞ്ഞില്ലേ? ആന്റി എന്ത് ടൈപ്പ് ഓഫ് ബുക്സ് ആണ് വായിക്കാറ്? ഫിക്ഷൻ. അപ്പൊ ആന്റിയുടെ ഫേവറേറ്റ് ഓത്തർ ആരായിരുന്നു? അങ്ങനെയില്ല, ഞാൻ കിട്ടിയതെല്ലാം വായിക്കും. ആണോ? ഇംഗ്ലീഷാണ് അധികം വായിച്ചിട്ടുള്ളത്. മലയാളം MT സി രാധാകൃഷ്ണൻ്റെയാണ് ഏറ്റവും അധികം ഇഷ്ടം. ഇംഗ്ലീഷിൽ അങ്ങനെ സ്പെഷ്യൽ ഓതറൊന്നുമില്ല, കിട്ടിയതൊക്കെ വായിക്കും. അങ്ങനെ ഇപ്പോഴത്തെ ഓതേഴ്സിനൊന്നും എനിക്കറിയില്ല. പഴയ ഹെറോൾഡ് റോബിൻസ് അങ്ങനെ പലതുമില്ല, അവരെയൊക്കെയാണ് അറിയുക. പിന്നെ കുറേ ചേസിൻ്റെ ഇതല്ലേ ഇതായിട്ടുണ്ടാവുമല്ലോ കുറേ. പിന്നെ പെരിമേസൺ അങ്ങനത്തെയൊക്കെ ആയിരുന്നു അന്നത്തെ. എൻ്റെ അച്ഛന് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടോയെന്നറിയില്ല വീട്ടിൽ. അച്ഛൻ നല്ലോണം വായിച്ചിരുന്നു. അങ്ങനെ കിട്ടിയതാണ് എനിക്ക്. ഇവരെ കുടുംബപരമായ ബുക്ക്. എൻ്റെ ബുക്സ് ഞാൻ അത്ര വായനശീലം ഇല്ലാത്ത ഒരാളാണ്. ബിക്കോസ് ഞാൻ നാച്ചുറലി മടിച്ചിയാണ്. അപ്പം പക്ഷെ ഞാനത് എഴുതും. ഈവൻ ഫിക്ഷൻ എഴുതുന്നതിനെക്കാട്ടിലും ഇഷ്ടം എന്തുകൊണ്ട് എനിക്ക് കവിത എഴുതാൻ ഇഷ്ടം. എനിക്ക് അത്ര എഴുതാൻ മടിയാണ്. അച്ഛൻ കവിത എഴുതിയിരുന്നു. അച്ഛൻ കവിത എഴുതിയിരുന്നു. അച്ഛൻ ഒരേ സ്വഭാവമായിരുന്നു. കുറേ നേരം ഒരു ഭാഗത്ത് ഇരുന്നിട്ട് എഴുതണ്ട, അല്ലെങ്കിൽ കുറേ നേരം ഒരു ഭാഗത്ത് ഇരിക്കാൻ എൻ്റെ അച്ഛനും ഇഷ്ടമല്ല. അപ്പൊ ഞാനും അതന്നെയായിരുന്നു. പെട്ടെന്ന് എഴുതി കഴിഞ്ഞു, കഥയും കഴിഞ്ഞു. അതെ, ആ ഇമോഷൻസിനെ ഫുള്ള് കാണിക്കാനും പറ്റും ഇൻ ഷോർട്ട് ഫ്യൂ ലൈൻസ് അല്ലേ? അത് ഞാൻ പല ചാലഞ്ചസ് ആയിട്ട് പലതരത്തിലും എഴുതും, അത്രയാണ്. പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ഇതെന്താ പറയാ അറിയോ? ഇവര് നിലമ്പൂരല്ലേ, അങ്ങനെ രാത്രിയൊക്കെ എഴുതൂത്രേ. രാത്രി എഴുതിയിട്ട് ആ പേപ്പർ അവിടെ ഇടും. പിന്നെ അത് പണ്ടൊക്കെ ഉമ്മിക്കരിയല്ലേ പല്ല് തേക്കാൻ. കുട്ടികള് ആ ഒരു പേപ്പർ എടുത്തിട്ട് അതില് നോക്കുമ്പോ അത് കവിതയാവും. അങ്ങനെ പോവും. അങ്ങനെ ഭയങ്കര കവിയായിരുന്നു. പക്ഷെ അത് അച്ഛന് കുറേ റൈറ്റർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയാവുമ്പോൾ ട്രിവാൻഡ്രം ഇവരുടെ ആൾക്കാരുടെ സ്ഥലമല്ലേ, പല്ല് ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് പെട്ടെന്ന് നമുക്കൊരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടി നോക്കിയപ്പോൾ മാധവിക്കുട്ടീൻ്റെ വീട്ടിലായിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളിക്കാരത്തെ എങ്ങനെയും നമ്മളെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയിരുന്നു. എന്തായാലും ഫാൻസ് വന്നതല്ലേ, സംസാരിച്ചു. ഇപ്പൊ വലുതായപ്പോഴാണ് അവരുടെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവർ തെരഞ്ഞു പിടിച്ച ആൾക്കാരെ പോയി പരിചയപ്പെടലും എൻ്റെ അമ്മയച്ഛനും ആ ഒരു വൈബും ഉണ്ടായിരുന്നു. ബുക്സും ലിറ്ററേച്ചറിൻ്റെ വൈബ് എൻ്റെ അമ്മയച്ഛനും. ഇവര് തമ്മിൽ ഒക്കെ ചെയ്യും, പറയും ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയിൽ. പക്ഷെ ഈ ഒരു ബാഡ്മിന്റൺ ബുക്സ് പാട്ട് മരിക്കുന്നവരെ, ആ വയ്യാതെ ആവുന്നവരെ 1 മണിക്കൂർ ഞങ്ങൾ 8 മണിക്ക് റൂമിൽ കയറിയ 8 to 9 പാട്ട് കേൾക്കലാണ് രണ്ടാളും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ടേ ഓൺ ചെയ്യാനേ ഇല്ല. അങ്ങനെയില്ല, അമ്മ പാടാൻ പറഞ്ഞ അമ്മ പാടിക്കോളും. ഇപ്പൊ തുറക്കാനേ പറ്റണില്ല. എന്താ വെച്ചാൽ ഞാൻ പറയണ പാട്ടൊക്കെ ഞാൻ യൂട്യൂബിൽ വെച്ച് നോക്കും, അതിൻ്റെ കൂടെ പാടും ചെയ്യും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തുറന്നാൽ പാട്ട് കേൾക്കാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല.
ഇത് കേൾക്കുമ്പോ എന്ത് രസാല്ലേ രഞ്ജു. ഞങ്ങളും ആന്റീന്റെ കഥ കേൾക്കുമ്പോൾ വേറൊരു കാലത്തിലേക്ക് പോയേ. ഇതില് TV ഇല്ല, ഫോണില്ല, ഒന്നുമില്ല. ബാഡ്മിന്റൺ, ബുക്സ്, വീണ, മ്യൂസിക് അല്ലേ? അതെ, ലൈഫിന് ഒരു കുറെ കൂടെ മീനിങ് ഫുൾ ആയിരുന്നു ആ ടൈം. നമ്മളുടെ ബിസി ആയപ്പോൾ എനിക്ക് ബുക്സ് വായിക്കാൻ സമയമില്ലാതെ പോയി. എനിക്ക് അപ്പോഴേക്കും കണ്ണിന് പോയി. കണ്ണിന് അമ്മയ്ക്ക് കണ്ണിന് കുറച്ച് പ്രോബ്ലം, പക്ഷെ എനിവേ മാനേജ് ചെയ്യുന്നുണ്ട്. വേല വിശേഷങ്ങളായിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡ്